ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. സോ ടുഡേസ് ടോപ്പിക് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് വെസസ് ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ്, ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും നേച്ചറും എങ്ങനെയാണ്, പിന്നെ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. സോ നമ്മൾ ഇങ്ങനെ ജനറ്റിക്സ് ആദ്യം മെൻ്റൽ പഠിച്ച സമയത്ത് മെൻ്റൽ ഡീൽ ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഓൺലി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. അതായത് ഒരു 7 സ്മോൾ വിസിബിൾ ക്യാരക്ടേഴ്സിനെയാണ് മെൻ്റൽ സെലക്ട് ചെയ്ത് ഇൻഹെറിറ്റൻസ് എല്ലാം പഠിച്ചത്. ബട്ട് ഫർദർ ജനറ്റിക്സ് ഇങ്ങനെ ഗ്രോ ആവുന്ന സമയം മെൻ്റലിൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം റീഡിസ്കവറി ആയിട്ട് പിന്നെ ജനറ്റിക്സിൽ കുറേ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ട്രൈറ്റ്സിൽ ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സും ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ട്രൈറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ആൻഡ് 2 ഗ്രൂപ്പ്സ്. ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്വാളിറ്റി. ഒരു നമ്മൾ വിസിബിളി നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ലൈക്ക് കളർ നമുക്ക് കാണാൻ പറ്റും. റെഡ് കളർ ഫ്രൂട്ട്, ഗ്രീൻ കളർ ഫ്രൂട്ട്, വൈറ്റ് കളർ ഫ്ലവർ, വയലറ്റ് കളർ ഫ്ലവേഴ്സ്, അങ്ങനെ കളർ ബേസ്ഡ് ഉള്ളതെല്ലാം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. പിന്നെ നമുക്ക് സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ അത് ഒരു ലാർജ് സൈസ്ഡ് ഫ്രൂട്ടാണ്, സ്മോൾ സൈസ്ഡ് ഫ്രൂട്ടാണ്, ലീഫിൻ്റെ സൈസ്, അങ്ങനെ സൈസ്, ഷേപ്പ്, ടെക്സ്ചർ, ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. നമുക്ക് ഈസിലി വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ്. വെറസ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വെയിറ്റ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം. kg എന്ന് പറയാം, ഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈറ്റ് സെൻറ്റിമീറ്റർ, മീറ്റർ, ഫീറ്റ്, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഒരു SI യൂണിറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെച്ചിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രൈറ്റ്സ് വിച്ച് ആർ നോൺ മെഷറബിൾ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വെറും ഒബ്സർവേഷൻ ബേസ്ഡ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഷേപ്പും കളറും ടെക്സ്ചറും ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സിൽ വരുന്നത്. മോസ്റ്റ്ലി ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് മോണോജെനിക് നേച്ചർ ആയിരിക്കും. സോ അതുകൊണ്ടാണ് മെൻ്റലിൻ്റെ വർക്കെല്ലാം മോണോജെനിക്, ബിക്കോസ് ദേ ആർ ഓൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് എസ് മെൻഡേലിയൻ ട്രൈറ്റ്സ്. ഓക്കെ, മോണോജെനിക് എന്ന് പറയുന്നത് ദ ട്രൈറ്റ്സ് വിച്ച് ആർ ഗവേൺഡ് ബൈ സിംഗിൾ ജീൻ. ഒരു ജീൻ ഗവൺ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ മോണോജെനിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഗവേൺഡ് ബൈ ഫ്യൂ ജീൻസ് വിച്ച് ആർ നെയിംഡ് എസ് ഒളിഗോജെനിക് ട്രൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നേച്ചർ ഓഫ് ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ്. അപ്പോൾ നോൺ മെഷറബിൾ ട്രൈറ്റ്സ് ആണ്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ 1 or few ജീൻസ്. ഓക്കെ, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് മെഷറബിൾ ട്രൈറ്റ്സ് ആണ്. നമുക്ക് SI യൂണിറ്റ്സ് വെച്ചോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ്. ലൈക്ക് പ്ലാന്റ് ഹൈറ്റ്, സീഡ് വെയിറ്റ്, ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് ആണ്. ഓക്കെ, സോ ദേ ആർ കൺട്രോൾ. അതിന് നമ്മൾ യൂഷ്വലി പോളിജെനിക് ട്രൈറ്റ്സ് എന്ന് പറയും, വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ മെനി ജീൻസ്. കുറേ ജീൻസ് ആണ് ടുഗെദർ ഒരുമിച്ച് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ പോളിജെനിക് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ ദർ ആർ 2 മെയിൻ ഫീച്ചേഴ്സ്. ഒന്ന് കണ്ടിന്യൂസ് വേരിയേഷൻസ് ആയിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ്, പിന്നെ എൻവിറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്. കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് ഒരു ലാർജ് പോപ്പുലേഷൻ എടുക്കുമ്പോൾ എല്ലാ പ്ലാന്റും സെയിം ഹൈറ്റിൽ വരണം എന്നില്ല. അൺടിൽ അൺലെസ് ദേ ആർ ഹോമോസൈഗസ് ആണെങ്കിൽ എല്ലാ പ്ലാന്റും ഏകദേശം സെയിം സൈസ് ഉണ്ടാവും. പക്ഷെ ഒരു സെഗ്രിഗേറ്റിംഗ് പോപ്പുലേഷൻ, ഒരു F2 പോപ്പുലേഷൻ, F3 പോപ്പുലേഷൻ, അങ്ങനെയുള്ള ഒരു സെഗ്രിഗേറ്റിംഗ് പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ വി വിൽ നോട്ട് ഗെറ്റ് സെയിം ഹൈറ്റോ, സെയിം എല്ലാ പ്ലാന്റും 100 സെൻറ്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ പ്ലാന്റും പേരൻസിനെ പോലെ ഉണ്ടാവും. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദർ വിൽ ബി കണ്ടിന്യൂസ് വേരിയേഷൻ. വിത്തിൻ ദ ജനറേഷനും വേരിയേഷൻസ് ഉണ്ടാവും. ആ സെയിം പ്ലാന്റ് എടുത്ത് നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് വിടുമ്പോഴും there will be ചേഞ്ചസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വേരിയേഷൻസ് വിൽ ബി ഇത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു 100 സെൻറ്റിമീറ്റർ പ്ലാന്റ് എടുത്തു, അതിലൊരു 100 സീഡ് കിട്ടി. ആ 100 സീഡ് എടുത്ത് അടുത്ത ജനറേഷനിൽ ഇടുമ്പോൾ 100 പ്ലാന്റും 100 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും, 60 സെൻറ്റിമീറ്റർ ഹൈറ്റ് പ്ലാന്റ് ഉണ്ടാവും, 70 സെൻറ്റിമീറ്ററിൽ ഉണ്ടാവും. അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് വേരിയേഷൻസ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റിൻ്റെ ഒരു ഫീച്ചർ.
പിന്നെ ദേ ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിറോൺമെൻറ്റ്. എന്തുകൊണ്ട് എൻവിറോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്ലാന്റ് ഹൈറ്റ് എന്ന് എടുക്കാം. നോർമൽ കണ്ടീഷനിൽ ഒരു ഓപ്റ്റിമം കണ്ടീഷനിലാണ് നമ്മൾ അത് ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓപ്റ്റിമം പ്ലാന്റ് ഹൈറ്റ് കിട്ടും. ഒരു ഓപ്റ്റിമം പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 150 സെൻറ്റിമീറ്ററിന് വെക്കാം. ഇത് ആ സെയിം പ്ലാന്റ് സ്ട്രെസ്ഡ് കണ്ടീഷനാണ്, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് എൻവിറോൺമെൻറ്റിലാണെങ്കിൽ എന്താവും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആവും. അപ്പോൾ ഹൈറ്റ് ഓബ്വിയസ്ലി കുറഞ്ഞു പോകും. ഒരു 150 അത് 100 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 90 സെൻറ്റിമീറ്ററോ ആവും. അപ്പോൾ എന്താവും, എൻവിറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട് സ്ട്രെസ് കാരണം. ഇത് ചില സമയത്ത് നമ്മൾ കുറച്ച് ന്യൂട്രിയൻസ് എക്സ്ട്രാ അവിടെ ഇട്ട് കൊടുത്തു, കുറച്ച് ഒരു 2% യൂറിയ അവിടെ ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് ഇറിഗേഷൻ കൂട്ടി കൊടുത്തു. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താവും, പ്ലാന്റ് ഹൈറ്റ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അവർക്ക് കുറച്ചും കൂടി ന്യൂട്രിയൻസും കുറച്ചും കൂടി എക്സ്ട്രാ വാട്ടറും ഇതൊക്കെ കിട്ടുമ്പോൾ അത് ഒരു ലക്ഷൂറിയസ് ലൈഫാണ്. അപ്പോൾ ആ ലൈഫിൽ കുറച്ചും കൂടി പ്ലാന്റിന്റെ ഹൈറ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ആവുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിറോൺമെന്റ്. ഗ്രോയിങ് എൻവിറോൺമെന്റ് കാരണം വരുന്ന വേരിയേഷൻസ് ആണ്, അല്ലാതെ ജീനോടൈപ്പ് കാരണം വരുന്ന വേരിയേഷൻസ് അല്ല. സോ there are two main features of quantitative traits എന്ന് പറയുന്നത്, ഒന്ന് കണ്ടിന്യൂസ് വേരിയേഷനും പിന്നെ എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസ് ആണ്, ഹൈലി എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഗ്രോയിങ് എൻവിറോൺമെന്റ് ആ പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് ഇൻഹെറിറ്റൻസ് ആർ ഡീവിയേറ്റഡ് ഫ്രം മെൻഡേലിയൻ അപ്രോച്ച്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റിന്റെ ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് 3:1 അല്ലെങ്കിൽ 9:3:3:1 റേഷ്യോ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇറ്റ് ഈസ് ഡീവിയേഷൻ ഓഫ് മെൻഡലിസം. സോ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ഡീവിയേഷൻ ഓഫ് മെൻഡേലിയൻ അപ്രോച്ച്. ഇവിടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ജീനോടൈപ്പ് പ്ലസ് എൻവിറോൺമെന്റ്. ഇപ്പൊ മെൻഡേലിയൻ ട്രൈറ്റ്സ് നമ്മൾ 7 ക്യാരക്ടേഴ്സ് വെച്ച് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ ജീനോടൈപ്പ് നമുക്ക് ഫീനോടൈപ്പ്. ഫോർ എക്സാമ്പിൾ വൈറ്റ് ഫ്ലവർ ആണെങ്കിൽ നമുക്ക് പറയാം അത് സ്മോൾ മീൻസ് രണ്ടും റെസസീവ് അലീലാണ്. ഇത് റെഡ് കളർ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഡോമിനന്റ് കണ്ടീഷനിലാണ്. ചിലപ്പോൾ അത് ക്യാപിറ്റൽ ആർ ആവാം, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആവാം. അപ്പൊ ക്യാപിറ്റൽ ആർ ആണെങ്കിൽ നമുക്ക് സപ്പോസ് അത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ ടെസ്റ്റ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ജീനോടൈപ്പ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ബോത്ത് ജീനോടൈപ്പ് ആൻഡ് എൻവിറോൺമെന്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ട്രയറ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിറോൺമെന്റ്. സോ റിസൾട്ടിങ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ജീനോടൈപ്പ് and environment. Okay, fortunately or unfortunately നമ്മൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറിൽ കുറേ എക്കണോമിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഈൽഡാണ്. നമ്മൾ എപ്പോൾ ബ്രീഡിങ് ചെയ്താലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈൽഡാണ്. ഈൽഡ് ഇല്ലാതെ നമ്മൾ ബ്രീഡിങ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഈൽഡ് എന്ന് പറയുന്ന എക്കണോമിക് ക്യാരക്ടറും ബാക്കിയുള്ള അതിനെ കൺട്രോൾ ചെയ്യുന്ന ചില ട്രൈറ്റ്സ് എല്ലാം ദേ ആർ കൺട്രോൾഡ് ബൈ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സം ഓഫ് ദി എക്സാമ്പിൾസ്. പ്ലാന്റ് ഹൈറ്റ് ഉണ്ട്, സീഡ് വെയിറ്റ് ഉണ്ട്, നമ്പർ ഓഫ് ടില്ലേഴ്സ്, ഇതെല്ലാം എക്കണോമിക്കൽ ക്യാരക്ടേഴ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എല്ലാ ക്യാരക്ടറും ദേ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, സോ ഹിസ്റ്ററി ജസ്റ്റ് എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്സ് വന്നത്. ഫസ്റ്റ് ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ കണ്ടിന്യൂസ് വേരിയേഷൻ കാണിക്കും എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. ഓക്കെ, ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് ഫസ്റ്റ് പറഞ്ഞത് there is continuous variation with respect to quantitative traits. അത് പുള്ളിക്കാരൻ്റെ ബുക്കിൽ നേച്ചുറൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ബുക്കിലാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിന് കണ്ടിന്യൂസ് വേരിയേഷൻ ഉണ്ടാവും. അടുത്തത് ജൊഹാൻസണും പ്യോർ ലൈൻ തിയറി ആ സമയത്ത് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സിൽ only part of the variation is heritable. അതായത് ജീനോടൈപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയേഷൻസ് മാത്രമാണ് ഹെറിറ്റബിൾ. ഓക്കെ, പിന്നെ എല്ലാം നോൺ ഹെറിറ്റബിൾ. ദർ ആർ 2 പോർഷൻസ്. നമ്മൾ നേരത്തെ നോക്കി ഫീനോടൈപ്പ് എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ജീനോടൈപ്പ് പ്ലസ് എൻവിറോൺമെന്റ്. അപ്പോൾ അവിടെ ജീനോടൈപ്പ് കൺട്രോൾ ചെയ്യുന്ന പോർഷൻസ് മാത്രമാണ് ഹെറിറ്റബിൾ, എൻവിറോൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന പോർഷൻസ് ഇറ്റ് ഇസ് നോൺ ഹെറിറ്റബിൾ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ് എന്ന് എടുക്കുമ്പോൾ ആ ടോട്ടൽ വേരിയേഷൻസിൽ ദ ജീനോട്ടിപ്പിക് വേരിയേഷൻ ആണ് ഹെറിറ്റബിൾ, എൻവിറോൺമെന്റൽ വേരിയേഷൻ ഇസ്
നോൺ ഹെറിറ്റബിൾ. അതാണ് സെക്കൻഡ് ജൊഹാൻസൺ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ യൂൾ 1906 പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് മെനി ജീൻസ്, നമ്മൾ പഠിച്ചു നേരത്തെ പോളിജെനിക് ട്രൈറ്റ് ആണ്, കുറേ ജീൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാ ജീൻസിനും നമ്മൾ നോക്കുമ്പോൾ ദേ ഹാവ് ഓൺലി സ്മോൾ ഇഫക്റ്റ്. അതിൻ്റെ ഇഫക്റ്റ് ഓരോരോ ജീനിൻ്റെയും ഇഫക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ദേ ആർ സ്മോൾ ഇഫക്റ്റ് ആൻഡ് ക്യുമുലേറ്റീവ് ഇഫക്റ്റ്. ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ഇഫക്റ്റ്, എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഫീനോടൈപ്പ് ഉണ്ടാക്കും. ഓക്കെ, ഇറ്റ്സ് എൻ അഡിറ്റീവ് ഇഫക്റ്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞത് യൂളാണ്. അപ്പൊ യൂള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് ഹാവ് സ്മോൾ ആൻഡ് ക്യുമുലേറ്റീവ് ഇഫക്റ്റ്. അവിടെ ഡോമിനൻസ് എന്ന് പറയുന്ന സംഭവമില്ല. ഓക്കെ, പിന്നെ നെൽസൺ എഹെലെ ആണ് ഈ പ്രൊപ്പോസ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. അപ്പോൾ നെൽസൺ എഹെലെ ഇങ്ങനെ സീഡ് കളർ ഇൻ വീറ്റ് അതിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പോത്തസിസ് പ്രൊഡ്യൂസ് ചെയ്തു, മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. ലേറ്റർ വന്ന റിപ്പോർട്ട്സിൽ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഫിറ്റ്സ് ഫോർ ഇൻഹെറിറ്റൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മെൻഡേലിയൻ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ. ബിക്കോസ് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ലോ. അപ്പോൾ മെൻഡേലിയൻ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇതേ ക്വാണ്ടിറ്റേറ്റീവ് ജെനറ്റിക്സ് എടുത്താൽ ക്വാണ്ടിറ്റേറ്റീവ് ജെനറ്റിക്സ് ഇസ് ഗവേൺഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. ഇതേ പോപ്പുലേഷൻ ജെനറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഹാർഡി വെയിൻബർഗ് ലോ. അങ്ങനെ ഓരോരു ബ്രാഞ്ച് ഓഫ് ജെനറ്റിക്സ് ഇസ് ഗവേൺഡ് ബൈ എ സ്പെസിഫിക് ലോ. അത് നോക്കുമ്പോൾ quantitative genetics is by multiple factor hypothesis which is proposed by Nelson Ehele. Okay, next അടുത്തത് ഈസ്റ്റൺ എമേഴ്സൺ പറഞ്ഞത് ഇൻഹെറിറ്റൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് ഫോളോ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്നാണ്. അപ്പം 1908 1909 ബേസ്ഡ് ഓൺ ദി വർക്ക് നെൽസൺ എഹെലെ പറഞ്ഞത് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്നൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയത്. ആ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് ഇസ് ഫോളോഡ് ബൈ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറഞ്ഞത് ഈസ്റ്റൺ എമേഴ്സൺ ആണ്. ഓക്കെ, സോ ഇതെല്ലാം ജസ്റ്റ് ആരെന്ത് പറഞ്ഞു എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്താണ്, ബിക്കോസ് ഇതാണ് ഇറ്റ്സ് എ ലോ ഓർ ഇറ്റ്സ് എ ഹൈപ്പോത്തസിസ് വിച്ച് ഗവേൺസ് ക്വാണ്ടിറ്റേറ്റീവ് ജെനറ്റിക്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് പ്രൊപ്പോസ് ചെയ്തത് നെൽസൺ എഹെലെ ഇൻ 1908 in his experiment seed color inheritance in wheat or oats. അവർ ക്യാരക്ടർ സ്റ്റഡി ചെയ്തത് സീഡ് കളർ ആണ്, പിന്നെ ക്രോപ്പ് സെലക്ട് ചെയ്തത് വീറ്റ്സ് ആൻഡ് ഓട്ട് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം പുള്ളി എടുത്തത് 2 ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ ആണ്, ഡാർക്ക് റെഡ് ഇൻഡിവിജ്വലും പിന്നെ വൈറ്റ് ഇൻഡിവിജ്വലും. സോ നിങ്ങൾക്ക് അവിടെ ജീനോടൈപ്പ് എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റൽ R1 ക്യാപിറ്റൽ R1 ക്യാപിറ്റൽ R2, അതായത് ഹോമോസൈഗസ് റെഡും പിന്നെ വൈറ്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ FN എങ്ങനെ ആയിരിക്കും, ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. ഇത് ഇവിടെ ഉണ്ട്, heterozygous condition. So the color produced by the heterozygous individual is medium red. അപ്പോൾ ഡാർക്ക് റെഡും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ മീഡിയം റെഡ് കിട്ടി. ഓക്കെ, സോ മീഡിയം റെഡ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഒരു മെൻഡേലിയൻ ജെനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും വാട്ട് വി വിൽ തിങ്ക്, വൈ ദറ്റ് FN ജനറേഷൻ ഇസ് മീഡിയം റെഡ്. എന്തുകൊണ്ട് മീഡിയം റെഡ് നമ്മൾ എന്ത് വിചാരിക്കും, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഡാർക്ക് റെഡും വൈറ്റും ക്രോസ് ചെയ്തു. ഇതേ മെൻഡേലിയൻ ട്രയറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, നമുക്ക് ഡാർക്ക് റെഡ് ആണ് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം ഡാർക്ക് റെഡ് ഇസ് ഡോമിനന്റ് ഓവർ വൈറ്റിന്. ഇതേ വൈറ്റ് കിട്ടിയാൽ പറയാം വൈറ്റ് ഇസ് ഡോമിനന്റ് ഓവർ റെഡ്. പക്ഷെ ഇവിടെ ഡാർക്ക് റെഡും കിട്ടിയിട്ടില്ല വൈറ്റും കിട്ടിയിട്ടില്ല, വേറെ ഫീനോടൈപ്പ് മീഡിയം റെഡ് ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ജഡ്ജ്മെന്റ് പറയാൻ പറ്റുമോ? ഇല്ല. സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ റെഡ് കിട്ടുന്നുണ്ട്, അത് നമുക്ക് റെസിപ്രോക്കൽ ക്രോസ് വെച്ചല്ലേ പറയാൻ പറ്റും. ഇപ്പൊ റെഡ് ഇൻറ്റു വൈറ്റ് ചെയ്തിട്ട് നമുക്ക് റെഡ് കിട്ടും, വൈറ്റ് ഇൻറ്റു റെഡ് ചെയ്യുമ്പോൾ വൈറ്റ് കിട്ടിയാൽ നമുക്ക് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് പറയാം. ഓക്കെ, ലിങ്കേജ് എന്ന് പറയുമ്പോഴും സെയിം, അടുത്ത നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടും. നിങ്ങൾ ജസ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടില്ല, ബട്ട് ജെനറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ഇൻഹെറിറ്റൻസ്.
അതായത് ദ ബേസിക് എക്സാമ്പിൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് റെഡ് കളർ ഫ്ലവർ ക്രോസ്ഡ് വിത്ത് വൈറ്റ് കളർ ഫ്ലവർ they gave pink color flower. What is this example? നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? വെരി ഗുഡ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ട് ക്യാരക്ടറും ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ഫീനോടൈപ്പ് കിട്ടും. അപ്പൊ അതുപോലെ ഇവിടെ ഡാർക്ക് റെഡും വൈറ്റും രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മീഡിയം റെഡ് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആവാം എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അടുത്ത ജനറേഷനും കൂടി നോക്കണം. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? സെൽഫ് ചെയ്തു. നെൽസൺ എഹ്ലെ ആ കിട്ടിയ FN സെൽഫ് ചെയ്തു. സെൽഫ് ചെയ്യുമ്പോൾ സപ്പോസ് അത് ഇൻകംപ്ലീറ്റ് ഡോമിനന്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റേഷ്യോ? ആർക്കെങ്കിലും അറിയാവോ? പിങ്കും നമ്മൾ സെൽഫ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റേഷ്യോ? ഇവിടെ ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. പിങ്ക് ഇൻറ്റു പിങ്ക് ചെയ്യുമ്പോൾ what will be the ratio? F2 ratio. Just try ചെയ്യൂ. capital R capital ഇത് white small r we'll get capital R small r. അപ്പോൾ capital R small r ഉം capital R small r ഉം cross ചെയ്യുമ്പോൾ what will be the ratio? Yes, 1:2:1. അതായത് one part will be capital R പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ ഇതാണ് എക്സ്പെക്റ്റഡ് റേഷ്യോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ. ബട്ട് നിങ്ങൾ ആ ഡയഗ്രാം ഒന്ന് നോക്ക്. നമുക്ക് 1:2:1 ആണോ കിട്ടിയ? അവിടെ കുറെ സെഗ്രിഗേഷൻസ് നടക്കുന്നുണ്ട്. ടോട്ടലി 16 ഇൻഡിവിജ്വൽസ് ആണ് ആ പോപ്പുലേഷനിലും ഉള്ളത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലാന്ന്. പിന്നെ പുള്ളി ഇങ്ങനെ നോക്കി ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഹി കെയിം അക്രോസ് ദാറ്റ് ഓരോരോ ഫീനോടൈപ്സിലും കളർ ചേഞ്ചസ് ഉണ്ടെന്ന്. ചിലത് നല്ല ഡാർക്ക് റെഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ചിലതിൽ റെഡ് കളർ ആയിരുന്നു, ചിലത് മീഡിയം റെഡ് ആയിരുന്നു, പിന്നെ ചിലത് പെയിൽ റെഡ് ആയിരുന്നു, പിന്നെ വൈറ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു 5 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീനോടൈപ്സ് ആണ് പുള്ളി ശ്രദ്ധിച്ചത്. അപ്പോൾ ആ ഫീനോടൈപ്സ് ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി നോക്കുമ്പോൾ he got a ratio ഇവിടെ ഉണ്ട് 1:4:6:1. അതായത് 1 4 6 4 1 ഇങ്ങനെയാണ് റേഷ്യോസ് കിട്ടിയത്. 1:4. സോ അത് ഒരു റേഷ്യോസും ആയിട്ട് കണക്റ്റഡ് അല്ല. ലോ ഓഫ് സെഗ്രിഗേഷനും കണക്റ്റഡ് അല്ല, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും കണക്റ്റഡ് അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു റേഷ്യോസും ആയിട്ട് അത് കണക്റ്റഡ് അല്ല. പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലായത് സോ ഇൻഹെറിറ്റൻസ് ഓഫ് സീഡ് കളർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡീവിയേറ്റഡ് ഫ്രം മെൻഡേലിയൻ ജെനറ്റിക്സ്. അങ്ങനെ നോക്കിയിട്ട് ഹി പ്രൊപ്പോസ്ഡ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. ഓക്കെ, 5 ഡിഫറെന്റ് ഫിനോടൈപ്സ് ആണ്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ഈ ക്രോസ് മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? ആദ്യം ഡാർക്ക് റെഡും വൈറ്റും ക്രോസ് ചെയ്തു, മീഡിയം റെഡ് കിട്ടി. പിന്നെ മീഡിയം റെഡിനെ സെൽഫ് ചെയ്തപ്പോൾ പുള്ളിക്ക് 5 ഡിഫറെന്റ് ഫീനോടൈപ്സ് ആണ് കിട്ടിയത്. 1 ഡാർക്ക് റെഡ്, 4 റെഡ്, 6 മീഡിയം റെഡ്, 4 പെയിൽ റെഡ്, 1 വൈറ്റ്. ഓക്കെ, ഈ ഇൻഹെറിറ്റൻസ്, ഈ സെപ്പറേഷൻ, സെഗ്രിഗേഷൻ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് ഒബ്സർവേഷൻസ്, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് പുള്ളി പറഞ്ഞത്? ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കേർണൽ കളർ ഇൻ വീറ്റ്. പുള്ളി സെലക്ട് ചെയ്ത ക്യാരക്ടർ കേർണൽ കളറാണ്. കേർണൽ കളർ ഇൻ വീറ്റ് ഇസ് ഡിസൈഡഡ് ബൈ 2 ജീൻസ്. ആ ക്രോസിൽ മനസ്സിലായിട്ടുണ്ടാവും അവിടെ 2 ജീൻ ഉണ്ട്. R1 ജീൻ ഉണ്ട്, R2 ജീൻ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. സെക്കൻഡ്, ജീൻസ് ക്യുമുലേറ്റീവ്ലി ഡിസൈഡ്സ് ദി ഇന്റൻസിറ്റി ഓഫ് കളർ. ഓക്കെ, അതാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ ഇത് നോക്കാം. ഇവിടെ 2 ജീനാണ് ഉള്ളത്. ക്യാപിറ്റൽ R1 ഉണ്ട്, ക്യാപിറ്റൽ R2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 ജീനും 2 അലീലാണ്. ക്യാപിറ്റൽ R1, സ്മോൾ r1. R2 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ R2, ക്യാപിറ്റൽ R2, പിന്നെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്ലൈഡ് വിസിബിൾ ആവുന്നില്ല? വിസിബിൾ ഉണ്ടോ? ഓക്കെ, ഓക്കെ, എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല, അതാ ചോദിച്ചു. ഓക്കെ,
സോ ഇവിടെ ക്യാപിറ്റൽ R1, ക്യാപിറ്റൽ R1, ക്യാപിറ്റൽ R2, ക്യാപിറ്റൽ R2. അപ്പൊ ഇതെല്ലാം ഫസ്റ്റ് പേരൻസിന്റെ ജീനോടൈപ്പാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കളർ എന്താണ്? പറഞ്ഞു, ഇതിന്റെ കളർ എന്താണ്? ഓൾറെഡി അവിടെ ഉണ്ട്, ഡാർക്ക് റെഡ് ആണ്. ഓക്കെ, അടുത്ത് ഞാൻ ഒരു ജീനോടൈപ്പ് എഴുതാം. അതിന്റെ കൂടെ തന്നെ ക്യാപിറ്റൽ R1, സ്മോൾ R1, ക്യാപിറ്റൽ R2, സ്മോൾ R2. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ എന്താവും? ആ കളറിന്റെ ഇന്റൻസിറ്റി കുറയും. എങ്ങനെയാവും? ഈ ഡാർക്ക് റെഡിൽ നിന്ന് ഇന്റൻസിറ്റി കുറഞ്ഞ് റെഡ് കളർ ആവും. അപ്പോ ഇതേ ക്യാപിറ്റൽ R1, സ്മോൾ R1, ക്യാപിറ്റൽ R2, സ്മോൾ R2 ആണെങ്കിൽ ഇന്റൻസിറ്റി വീണ്ടും കുറയും. അപ്പോൾ ഓരോരോ ഡോമിനന്റ് അലീൽ കുറയും തോറും ആ ഇന്റൻസിറ്റി ഓഫ് കളർ കുറയും. അപ്പോൾ എല്ലാ ഡോമിനന്റ് അലീലും ഒരുമിച്ച് വരുവാണെങ്കിൽ അത് ഡാർക്ക് റെഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഡോമിനന്റ് അലീൽ കുറയുകയാണെങ്കിൽ അത് റെഡ് കളർ ആയിരിക്കും. 2 ഡോമിനന്റ് അലീലാണ് കുറയുന്നെങ്കിൽ അത് മീഡിയം റെഡ് ആയിരിക്കും. 3 ഡോമിനന്റ് അലീൽ കുറയുകയാണെങ്കിൽ അത് ലൈറ്റ് റെഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി റെസസീവ് ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ക്യുമുലേറ്റീവ് ഇഫക്റ്റ്. ഓക്കെ, അത് ഓരോരോ ഡോമിനന്റ് അലീൽ വരുമ്പോൾ ആ ഇഫക്റ്റ് ഇന്റൻസിറ്റി ഓഫ് കളർ ഇവിടെ കൂടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി കളർ ഓഫ് ദിസ്? നിങ്ങൾ പറ. ക്യാപിറ്റൽ R1, സ്മോൾ R1, സ്മോൾ R2, സ്മോൾ R2. ഇതിന്റെ കളർ എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും പറയാവോ? ലൈറ്റ് റെഡ്. വെരി ഗുഡ്, പെയിൽ റെഡ് ആയിരിക്കും. ബിക്കോസ് അവിടെ 3 ഡോമിനന്റ് അലീൽ കുറഞ്ഞു. ഇത് ഇങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ R1, സ്മോൾ R1, ക്യാപിറ്റൽ R2, സ്മോൾ R2. ഇതെങ്ങനെ ഉണ്ടാവും? മീഡിയം റെഡ്. ഓക്കെ, ഇത് ക്യാപിറ്റൽ R1, ക്യാപിറ്റൽ R1, സ്മോൾ R2, സ്മോൾ R2. ഇതെങ്ങനെ ഉണ്ടാവും? സെയിം. വെരി ഗുഡ്, മീഡിയം റെഡ്. ബിക്കോസ് ഇവിടെ 2 ഡോമിനന്റ് അലീലുണ്ട്. 2 ഡോമിനന്റ് അലീലുണ്ടെങ്കിൽ they will be having cumulative effect. ആ തരുന്ന ഇഫക്റ്റ് ക്യുമുലേറ്റീവ് ആയിരിക്കും. അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് റെസസീവ് ഇൻഡിവിജ്വൽ വിൽ ബി വൈറ്റ്. ബിക്കോസ് അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അലീലും ഇല്ല. അതുകൊണ്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് വൈറ്റ് കളർ. ഓക്കെ, പിന്നെ intensity of red color depends on number of dominant alleles. അതാണ് നമ്മൾ ഇത്രയും നേരം എക്സാമ്പിൾസ് വെച്ച് നോക്കിയത്. ഓരോരോ ഡോമിനന്റ് അലീൽ കൂടുന്തോറും അതിന്റെ ഇന്റൻസിറ്റി കൂടും. ഇപ്പോൾ ഒരു ഡോമിനന്റ് അലീൽ ഉണ്ടെങ്കിൽ പെയിൽ റെഡ് ആയിരിക്കും. 2 ഡോമിനന്റ് അലീൽ വരുമ്പോൾ മീഡിയം റെഡ്. അടുത്ത ഒരു ഡോമിനന്റ് അലീൽ കൂടുമ്പോൾ റെഡ് ആവും. കംപ്ലീറ്റ്ലി ഹോമോസൈഗറ്റ് കണ്ടീഷനിലാണ് എല്ലാം ഡോമിനന്റ് അലീലാണെങ്കിൽ ഡാർക്ക് റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് പോയിന്റ്. പിന്നെ 2 ടൈപ്പ് ഓഫ് അലീലുണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഓരോരോ ഡോമിനന്റ് അലീലാണ് ആ പർട്ടിക്കുലർ ക്യാരക്ടറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്യാരക്ടറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അലീൽസിനെ നമ്മൾ പോസിറ്റീവ് അലീൽസും അല്ലെങ്കിൽ ഇഫക്റ്റീവ് അലീൽസ് എന്ന് പറയും. ഓക്കെ, വേറെ നോൺ കോൺട്രിബ്യൂട്ടിംഗ് ക്യാരക്ടേഴ്സ്, അതായത് അലീൽസ്, റെസസീവ് അലീൽസ്, യൂഷ്വലി റെസസീവ് അലീൽസ് ആ പർട്ടിക്കുലർ ക്യാരക്ടറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അതിനെല്ലാം നമ്മൾ നെഗറ്റീവ് അലീൽസിനോ അല്ലെങ്കിൽ നോൺ ഇഫക്റ്റീവ് അലീൽസ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസിൽ ഡോമിനന്റ് അലീൽസ് R1ഉം ക്യാപിറ്റൽ R1ഉം ക്യാപിറ്റൽ R2ഉം കോൺട്രിബ്യൂട്ടിംഗ് അലീൽസ് ആണ്. ഇത് ഡോമിനന്റ് കണ്ടീഷനിൽ വരുമ്പോൾ ദേ ഗിവ് ഇന്റൻസിറ്റി ഓഫ് കളർ കൂട്ടും. ഇത് സ്മോൾ R1 ആണെങ്കിൽ സ്മോൾ R1, സ്മോൾ R2 ആണെങ്കിൽ ദേ ആർ നോൺ കോൺട്രിബ്യൂട്ടിംഗ് അലീൽസ്. ബിക്കോസ് അത് കളറിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് അലീൽസ് ഡു നോട്ട് ഷോ ഡോമിനൻസ്. ഇത് മെൻഡേലിയൻ ജെനറ്റിക്സ് ആണെങ്കിൽ അലീൽസിൽ ഡോമിനേഷൻ ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ എ സ്മോൾ എ അലീലാണെങ്കിൽ ക്യാപിറ്റൽ എന്റെ ക്യാരക്ടറാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡോമിനൻസ് കണ്ടീഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഓരോരോ ഡോമിനന്റ് അലീലിനും ഒരു ഇഫക്റ്റ് ഉണ്ട്. അത് പക്ഷെ സ്മോൾ ആയിരിക്കും, ഈക്വൽ ഇഫക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഒബ്സർവേഷൻസ്. പിന്നെ പോസിറ്റീവ് അലീൽസ്. അപ്പോൾ എല്ലാ പോസിറ്റീവ് അലീൽസും ഒരുമിച്ച് വരുമ്പോൾ ദേ വിൽ പ്രൊഡ്യൂസ് അഡിറ്റീവ് ഇൻ നേച്ചർ. അങ്ങനെയാണ് കളറിന്റെ ഇന്റൻസിറ്റി കൂടുന്നത്. ഓരോരോ പോസിറ്റീവ് അലീൽസ് കൂടുന്തോറും കളറിന്റെ ഇന്റൻസിറ്റി കൂടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അഡിറ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി മേജർ ഒബ്സർവേഷൻസ് വിച്ച് ആർ ഗിവൻ ബൈ നെൽസൺ ഹെലെ. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ട് ആർക്കെങ്കിലും പറയാവോ വാട്ട് ഇസ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസിന്? ഇതൊക്കെയാണ് ഒബ്സർവേഷൻ. ഇത് ഒബ്സർവ് ചെയ്തിട്ട് ഒരു ഡെഫിനിഷൻ പോലെ പറയാവോ വാട്ട് ഇസ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസിന്?
ജസ്റ്റ് ട്രൈ ചെയ്യാം ആരെങ്കിലും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഇൻ എ ഹെറ്ററോസൈഗോട്ട് ഇൻഡിവിജ്വൽ two contrasting allele will be there, one is dominating the other, so the dominant allele is known as dominant character will be produced. അങ്ങനെ നമ്മൾ ഒരു ലോ അങ്ങനെ നമ്മൾ സെന്റൻസ് ആക്കി പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെ വാട്ട് ഈസ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ജസ്റ്റ് ഒരു ട്രൈ ചെയ്യൂ. ഇതെല്ലാം ഇത്രയും ഒബ്സർവേഷൻസും പിന്നെ എക്സ്പെരിമെന്റ്സ്, നെൽസൺ ഹെലേന്റെ എക്സ്പെരിമെന്റ്സ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതാണ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്, ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ എന്നാണ് ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടറിനാണ് അപ്ലിക്കബിൾ. ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ഇസ് എ മെഷറബിൾ ക്യാരക്ടർ. നമുക്ക് മെഷർ ചെയ്യാൻ, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ, വിച്ച് ഇസ് ഗവേൺഡ് ബൈ മെനി ജീൻസ്. കുറേ ജീൻസ് ആയിരിക്കും ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ 2 ടൈപ്പ് ഓഫ് ജീൻസ് അലീൽസ് ഉണ്ട്, പോസിറ്റീവ് അലീൽസ് ഉണ്ട്, നെഗറ്റീവ് അലീൽസ്. പോസിറ്റീവ് അലീൽസ് ആണ് ആ ക്യാരക്ടറിനെ എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത്. എല്ലാ അലീൽസും സെയിം ട്രൈറ്റിനാണ് ഗവൺ ചെയ്യുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ വേറെ ട്രൈറ്റ് ഇല്ല, കുറേ ജീൻസ് ഉണ്ട്, പക്ഷെ എല്ലാ ജീൻസും കൂടി ഒറ്റ ട്രൈറ്റിനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹാവിങ് സിമിലർ ഇഫക്റ്റ്, ഓരോരോ അലീൽ എത്ര അലീൽ വന്നാലും അതിന് സിമിലർ ഇഫക്റ്റ് ആയിരിക്കും. പിന്നെ ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ ഇത്രയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് വെച്ചിട്ട് നെൽസൺ ഹെലെ പ്രൊപ്പോസ് ചെയ്ത ഒരു ഹൈപ്പോത്തസിസ് ആണ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. ബിക്കോസ് ആ സമയത്ത് മെന്റൽ ജീനിന് പകരം ഫാക്ടർ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ, മെനി ജീൻസ് കൺട്രോൾഡ് ക്യാരക്ടേഴ്സ്. അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് മെഷറബിൾ ക്യാരക്ടറാണ്, മെനി ജീൻസ് കവർ ചെയ്യുന്ന ക്യാരക്ടറാണ്. അതിൽ 2 ടൈപ്പ് ഓഫ് അലീൽസ് ഉണ്ടാവും. അതിൽ പോസിറ്റീവ് അലീൽസ് ആണ് ആ പർട്ടിക്കുലർ ക്യാരക്ടറിനെ എൻഹാൻസ് ചെയ്യുന്നത്. ആൻഡ് ദേ കൺട്രോൾ സെയിം ട്രയഡ്. ഓരോരോ അലീലിനും സിമിലർ എഫക്റ്റ് ആയിരിക്കും, പിന്നെ ആ എഫക്റ്റ് ക്യുമുലേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. സോ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പേരൻറ്റ് 1 ഈ കോബിൻ്റെ സൈസ് ലെങ്ത് മെയ്സാണ്, മെയ്സിൻ്റെ കോബിൻ്റെ സൈസ് ചെറുതാണ്, പേരൻറ്റ് 2 വലുതാണ്. അപ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു അഡിറ്റീവ് നേച്ചർ ആയതുകൊണ്ട് ഒരു മീഡിയം സൈസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റിൻ്റെ, ഞാൻ പ്ലാന്റ് എടുത്തു, ഒരു പ്ലാന്റ് 200 സെൻറ്റിമീറ്റർ, ഒരു പ്ലാന്റ് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വാട്ട് വിൽ ബി ദി എക്സ്പെക്റ്റഡ് ഹൈറ്റ്? ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റഡ് ഹൈറ്റ് 150. യെസ്, ജസ്റ്റ് അതിൻ്റെ ആവറേജ്, അതിനാണ് ഇഫക്റ്റ്. ഒരു ആവറേജ് ഇഫക്റ്റ് ആയിട്ടാണ് F1 കാണിക്കുന്നത്. ബട്ട് അടുത്ത ജനറേഷൻ F2 ജനറേഷൻ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി സെഗ്രിഗേറ്റിംഗ്. നമുക്ക് എല്ലാ പ്ലാന്റ്സും 150 ആവണം എന്നില്ല. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 100, ബിക്കോസ് 100 ആണ് അവിടെ മിനിമം പേരൻറ്റ്. 100ൽ നിന്ന് ഇറ്റ് റേഞ്ചസ് ഫ്രം 200. അത് ബിയോണ്ടും പോവാം, താഴെയും പോവാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്. ഇറ്റ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈറ്റ്. 100 ഉണ്ടാവും, 105 ഉണ്ടാവും, 110 ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഉണ്ടാവും. ആ സെഗ്രിഗേഷൻ അതാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. 2 പേരൻസ് തമ്മിൽ ക്രോസ് ചെയ്തു, അതിൻ്റെ ഒരു ആവറേജ് ഇഫക്റ്റ് ആണ് നമുക്ക് കാണുന്നത്. പിന്നെ F2ൽ സെഗ്രിഗേഷൻ നടക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പിക്ചറിൽ പേരൻസ് ഹോമോസൈഗസ് ആണ്, പക്ഷെ എന്നാലും അതിൻ്റെ ഹൈറ്റ് സെയിം അല്ല. എല്ലാ പേരൻസും ഇപ്പോൾ 5, 6, 7, 8 ഇവിടെ ഉണ്ട്, ഇതെല്ലാം സെയിം ഹൈറ്റ് ആണോ അല്ലെങ്കിൽ സെയിം ലെങ്ത് ആണോ? നോക്ക്, ഇതെല്ലാം ഹോമോസൈഗസ് ആണ്, എന്നാലും ലെങ്ത് ഇസ് നോട്ട് സെയിം. വൈ? എന്തായിരിക്കും റീസൺ? ഞാൻ ഹിന്റ് പറഞ്ഞു, പേരൻസ് ഹോമോസൈഗസ് ആണ്. ഓക്കെ, 2 ഹോമോസൈഗസ് പേരൻസിനെയാണ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ അതിൻ്റെ ലെങ്ത് ഒന്നും ഈക്വൽ അല്ല. എന്തുകൊണ്ടായിരിക്കും? എനി ഐഡിയ?
Very good. Environmental influence. Very good. Because quantitative traits എന്ന് പറയുന്നത് phenotype is controlled by both genotype and environment. ചിലപ്പോൾ ഈ വേരിയേഷൻസ് വരുന്നതെല്ലാം എൻവിറോൺമെന്റൽ വേരിയേഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ള വേരിയേഷൻസ് എല്ലാം നോൺ ഹെറിറ്റബിൾ ആയിരിക്കും, അടുത്ത ജനറേഷനിലേക്ക് പാസ് ആവില്ല. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ശരിക്കും എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്? സോ ലെറ്റ് us കൺസിഡർ പ്ലാന്റ് ഹൈറ്റ് ഗവേൺഡ് ബൈ 3 ഡിഫറെന്റ് ജീൻസ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ 3 ജീൻസ് ആണ് ഉള്ളത്, എ ബി സി. അപ്പൊ അതിന്റെ റെസസീവ് പ്ലാന്റ്, അതായത് അതിന്റെ ബേസ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ്. ആ പർട്ടിക്കുലർ പ്ലാന്റ് മിനിമം ഹൈറ്റ് 10 സെന്റിമീറ്റർ വരെ പോകും. ഈച്ച് ഡോമിനന്റ് allele increases plant height by 10. ഓക്കെ, അപ്പൊ therefore height of the plant complete homozygous ആണെങ്കിൽ 70, because base height 10 ഉണ്ട്. ഓക്കെ, ആ 10ന്റെ കൂടെ ഓരോരോ ഡോമിനന്റ് allele കൂടുമ്പോൾ 10 ഹൈറ്റ്. അപ്പൊ 10, 20, 30, 40, 50, 60, 70 അങ്ങനെ ഓരോരോ ഡോമിനന്റ് allele കൂടുന്തോറും 10 സെന്റിമീറ്റർ വെച്ച് ഹൈറ്റ് കൂടി വരും. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഹോമോസൈഗസ് ആകുമ്പോൾ 70. സോ വാട്ട് വിൽ ബി ദി ഹൈറ്റ് ഓഫ് പ്ലാന്റ് വിത്ത് ജീനോടൈപ്പ്? heterozygous for all genes. ഈ പർട്ടിക്കുലർ ജീനോടൈപ്പിന്റെ പ്ലാന്റ് ഹൈറ്റ് എത്രയായിരിക്കും? 40. യെസ്, ഗുഡ്. ഓക്കെ, ബിക്കോസ് ഒരു ബേസ് ഹൈറ്റ് ഓൾറെഡി ഉണ്ട് 10. 10 എന്ന് പറയുന്നത് അത് ഒരു മിനിമം ഹൈറ്റ് ആണ്. അപ്പോൾ ഓരോരോ ഡോമിനന്റ് allele കൂടുന്തോറും, അപ്പൊ ഇവിടെ എ കൂടുമ്പോൾ 10, അടുത്തത് ബി അഗെയിൻ +10, അടുത്തത് സി again +10. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ the height of the plant is 40 centimeter. Got it? Clear ആണോ? ഇപ്പൊ മനസ്സിലായോ എന്താണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഓരോരോ അലീലിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഓരോരോ അലീലും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫീനോടൈപ്പ് മാറും, ഇതൊക്കെയാണ്. ഓക്കെ, ഓരോരോ അലീലും കൂടുന്തോറും അതിന്റെ അഡിക്റ്റീവ് ഇഫക്റ്റ് ആയിരിക്കും, ഹൈറ്റ് കൂടിക്കൊണ്ടേ വരും. ഓക്കെ, ഇതാണ് ശരിക്കുള്ള ആൻസർ. അപ്പൊ ബേസ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ഇവിടെ 3 ഡോമിനന്റ് അലീലാണ് ഉള്ളത്, എ ബി സി. അത് 3 ഡോമിനന്റ് അലീലും കൂടുമ്പോൾ വി വിൽ ഗെറ്റ് ടോട്ടലി 40 സെന്റിമീറ്റർ ഹൈറ്റ്. ഓക്കെ, സോ ഇത് നേരത്തെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പറഞ്ഞു മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് പ്രൊപ്പോസ്ഡ് ബൈ നെൽസൺ ഹെലെ. പക്ഷെ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തിസിസ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈസ്റ്റൺ എമേഴ്സൺ ആണ്. അപ്പൊ അവര് പറഞ്ഞ ഒബ്സർവേഷൻസ്, ഈസ്റ്റൺ എമേഴ്സൺ വർക്ക് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് കൊറോള ലെങ്ത് ഇൻ നിക്കോട്ടിന, ദാറ്റ് ഇസ് ടൊബാക്കോ. ടൊബാക്കോയില് കൊറോള ലെങ്ത് ആണ് ക്യാരക്ടർ ആയിരുന്നു. അതിൽ കിട്ടിയ ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ 2 പേരൻസ് എടുത്തു, 2 പേരൻസും ഇൻബ്രിഡ്സ് ആയിരുന്നു. ഇൻബ്രിഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹോമോസൈഗസ് കണ്ടീഷനിലായിരുന്നു. ഓക്കെ, സോ ആർക്കെങ്കിലും അറിയാവോ വാട്ട് ഇസ് ഇൻബ്രിഡ് എന്ന് അറിയാവോ? What is inbred? ആർക്കെങ്കിലും അറിയാം വാട്ട് ഇസ് ഇൻബ്രിഡ്, പ്യോർ ലൈൻ, ക്ലോൺ, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ക്ലോസ്ലി റിലേറ്റഡ്. ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ്. നോ. സെയിം ക്രോസ്, കണ്ടിന്യൂസ് സെൽഫിംഗ്. ഓക്കെ, ഓക്കെ, ഏകദേശം കറക്റ്റാണ്. അപ്പൊ ഇൻബ്രിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ ഓഫ് ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ്. ഓക്കെ, ഒരു ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ് എടുക്കാണ്, അത് നമ്മൾ കണ്ടിന്യൂസ്. ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ് എന്ന് പറയുന്നത് ബൈ നേച്ചർ ദേ ആർ അഡാപ്റ്റഡ് ടു ക്രോസ് പോളിനേഷൻ. പക്ഷെ അതിൽ നമ്മൾ ആർട്ടിഫിഷ്യലി സെൽഫ് പോളിനേഷൻ ചെയ്യുകയാണ് കണ്ടിന്യൂസ്ലി. ഒരു 2 ഇയേഴ്സ്, ഒരു 6 ഇയേഴ്സ്, 7 ഇയേഴ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പിനെ ഇങ്ങനെ സെൽഫ് ചെയ്ത് പോകുമ്പോൾ എന്താവും? ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ആവും. അങ്ങനെ ഒരു ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതാണ് നമ്മൾ ഇൻബ്രിഡ് എന്ന് പറയുന്നത്. ഹോമോസൈഗസ് ലൈൻ ഓഫ് ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ്, അതാണ് ഇൻബ്രിഡ്. ഇതേ പ്യോർ ലൈൻ ആണെങ്കിൽ ഹോമോസൈഗസ് ലൈൻ ഓഫ് സെൽഫ് പോളിനേറ്റഡ് ക്രോപ്പ്, അതിനെയാണ് നമ്മൾ പ്യോർ ലൈൻ എന്ന് പറയുന്നത്. ക്ലോൺ എന്ന് പറയുന്നത് ട്രൂ ടു ടൈപ്പ് ഇൻഡിവിജ്വൽ ഓഫ് വെജിറ്റേറ്റീവ്ലി പ്രോപഗേറ്റഡ് ക്രോപ്പ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷനും എസെക്ഷുവൽ റീപ്രൊഡക്ഷനും. ആ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 2 ടൈപ്പ് ഉണ്ട്, ക്രോസ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ. അപ്പൊ സെൽഫ് പോളിനേഷൻ വഴി നമ്മൾ കിട്ടുന്ന ഹോമോസൈഗസ് പ്ലാന്റ്സിന് പ്യോർ ലൈനും
ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പിനെ കണ്ടിന്യൂസ് സെൽഫ് ചെയ്ത് കിട്ടുന്നതിന് ഇൻബ്രീഡും പിന്നെ ട്രൂ ടു ടൈപ്പ് ഇൻഡിവിജ്വൽ ഓഫ് വെജിറ്റേറ്റീവ്ലി പ്രോപ്പഗേറ്റഡ് ക്രോപ്പിന് നമ്മൾ ക്ലോൺ എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ നിക്കോട്ടിന ടൊബാക്കോ ആണ് എടുത്തത്. ടൊബാക്കോ എന്ന് പറയുന്നത് ഹൈലി ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പാണ്. അപ്പോൾ അതിൽ 2 പേരൻസ് സെലക്ട് ചെയ്തു. ബോത്ത് ആർ ഇൻബ്രിഡ്സ്. ഇൻബ്രിഡ്സ് എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള പേരൻസ്. ഓക്കെ, പേരൻസ് എടുത്ത് നോക്കുമ്പോൾ ആ പേരൻസ് തമ്മിൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ദോ ദേ ആർ ഹോമോസൈഗസ്, ആ പേരൻസ് തമ്മിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ദാറ്റ് വേരിയേഷൻ ഇസ് ഡ്യൂ ടു എൻവിറോൺമെന്റ് ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ എൻവിറോൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് F1 വാസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ 2 പേരൻസ്. അപ്പോൾ ആ 2 കൊറോള ലെങ്ത്തും ക്രോസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ ഹൈപ്പോത്തറ്റിക്കലി പറയാണ്, ഒരു കൊറോള ലെങ്ത് 20 സെന്റിമീറ്ററും ഒരു കൊറോള ലെങ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ F1 വാസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദം, അതായത് 15. 20 plus 10 divided by 2, ആവറേജ് 15 ആയിരുന്നു, ഇന്റർമീഡിയറ്റ് ആയിരുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് കാരണം. നെക്സ്റ്റ് F1 വിൽ ഹാവ് സെയിം ജീനോടൈപ്പ്. ഇപ്പോൾ എത്ര ജീനോടൈപ്പ് വേണമെങ്കിലും എടുത്തു നോക്കി. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ എ ക്യാപിറ്റൽ ബി ഇങ്ങനെയാണെങ്കിൽ ഇതാണ് ഹോമോസൈഗസ് കണ്ടീഷൻ. അപ്പോൾ 2 ഹോമോസൈഗസ് പേരൻസിനെ ക്രോസ് ചെയ്യുമ്പോൾ F1 വിൽ ഹാവ് സെയിം ജീനോടൈപ്പ്. ഇറ്റ് വിൽ നെവർ വേരി. ഇതേ പേരൻസ് ഹോമോസൈഗസ് അല്ല ഹെട്രോസൈഗസ് ആണെങ്കിൽ F1 സെഗ്രിഗേഷൻ നടക്കും. പക്ഷെ 2 ഹോമോസൈഗസ് പേരൻസ് എടുത്ത് ക്രോസ് ചെയ്യുമ്പോൾ F1 വിൽ ഹാവ് സെയിം ജീനോടൈപ്പ്. സോ വേരിയേഷൻ. അപ്പോൾ അങ്ങനെ സെയിം ജീനോടൈപ്പ് വരുന്ന ഇൻഡിവിജ്വൽസിൽ വേരിയേഷൻസ് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു എൻവിറോൺമെന്റ്. ഓക്കെ, പിന്നെ F2 മീൻ വിൽ ക്ലോസ് ടു ദാറ്റ് ഓഫ് F1. അപ്പോൾ ഒരു മീൻ ഓഫ് F2 എന്താവും, ഈ പർട്ടിക്കുലർ പ്ലാന്റ് സെഗ്രിഗേറ്റ് ആവും. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഉണ്ടാവും, ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി അങ്ങനെ കുറേ ജീനോടൈപ്സ് ഉണ്ടാവും. ആ ജീനോടൈപ്സിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, മിയോസിസ് നടന്ന് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരുമ്പോൾ നമുക്ക് ഒത്തിരി സെഗ്രിഗേഷൻസ് ഉണ്ടാവും. ഓക്കെ, ആ സെഗ്രിഗേഷനിൽ കിട്ടുന്ന ജീനോടൈപ്സിൻ്റെ എല്ലാം ഒരു ആവറേജ് എടുത്ത് നോക്കിയാൽ, കൊറോള ലെങ്ത്തിൻ്റെ ആവറേജ് നോക്കിയാൽ ഇറ്റ് വിൽ ബി ക്ലോസ് ടു F1 ആണ്. ഓക്കെ, ബിക്കോസ് അത് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ 2 പേരൻസ്. ഓക്കെ, നെക്സ്റ്റ് greater variation in F2 than parents and F1 because parents എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അതിൽ വേരിയേഷൻ കുറവായിരിക്കും. അടുത്ത അത് രണ്ടും ക്രോസ് ചെയ്ത് കിട്ടുന്നത് F1 എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ആണ്, ഹോമോജീനിയസ് ഇൻ നേച്ചർ ആണ്, പോപ്പുലേഷനിലെല്ലാം സെയിം ടൈപ്പ് ആണ്. അപ്പോൾ അവിടെയും വേരിയേഷൻ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 പേരൻസിൽ വരുന്ന വേരിയേഷനോ അല്ലെങ്കിൽ F1 വരുന്ന വേരിയേഷനോ അതെല്ലാം കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിറോൺമെന്റ് ആണ്. പക്ഷെ അടുത്ത ജനറേഷൻ F2 എന്ന് പറയുമ്പോൾ സെഗ്രിഗേഷൻസ് ഉണ്ടാവും, കുറേ ജീനോടൈപ്സ് ഉണ്ടാവും, റീകോമ്പിനേഷൻ കാരണം. അങ്ങനെ കുറേ ജീനോടൈപ്സ് ഉള്ള കാരണം നമുക്ക് കൊറോള ലെങ്ത്തിലും ഇങ്ങനെ കുറേ വേരിയേഷൻസ് അവർ അബ്സർവ് ചെയ്തു. അതിനാണ് നമ്മൾ they have greater variations. F2 will be having greater variation compared to parents and F1. Okay, because of segregation. Environment also contributes to variation. അപ്പോൾ F2 വേരിയേഷൻ പ്യുവർലി ജീനോടൈപ്പ് നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ എൻവിറോൺമെന്റൽ വേരിയേഷൻസും ഉണ്ടാവും. ഓക്കെ, പിന്നെ അടുത്തടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ആ വേരിയബിലിറ്റി കുറയും. ബിക്കോസ് ഓരോരോ ജനറേഷൻ നമ്മൾ സെൽഫ് ചെയ്യുമ്പോൾ 50% ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ആവും, 50% ഹെട്രോസൈഗോസിറ്റി കുറയും. അത് കാരണം ആ വേരിയേഷൻ അങ്ങനെ ഹോമോസൈഗോസിറ്റിയിലേക്ക് അറ്റൈൻ ആവുമ്പോൾ വേരിയേഷൻ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകും. ഓക്കെ, സോ ഇതാണ് ഒബ്സർവേഷൻസ് which are said by East and Emerson. അപ്പോൾ ഈസ്റ്റ് ആൻഡ് എമേഴ്സൺ നിക്കോട്ടിന ടൊബാക്കോയിൽ കൊറോള ലെങ്ത് വെച്ച് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റ് ചെയ്തതിൽ പുള്ളിക്കാരന് മനസ്സിലായത് കൊറോള ലെങ്ത് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ട്രയൽ. ആ പർട്ടിക്കുലർ ക്വാണ്ടിറ്റേറ്റീവ് ട്രയൽ ദേ ആർ ഫോളോയിങ് മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. അപ്പോൾ പേരൻസ് 2 ഹോമോസൈഗസ് പേരൻസ് എടുക്കുന്നു. ആ 2 ഹോമോസൈഗസ് പേരൻസ് തമ്മിൽ ക്രോസ് ചെയ്താൽ നമുക്ക്
അല്ല, രണ്ട് ഹോമോസൈഗസ് പേരൻസ് എടുക്കണോ, ആ ഹോമോസൈഗസ് പേരൻസിൽ എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിൽ അത് പ്യോർലി ഡ്യൂ ടു എൻവിറോൺമെന്റ്. അവർ രണ്ടുപേരും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് FN കിട്ടും. FN എല്ലാ FN ഇൻഡിവിജ്വൽസ്, സപ്പോസ് അതിലൊരു 100 ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ 100 ഇൻഡിവിജ്വലും സെയിം ജീനോടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞു. പിന്നെ FN നിന്ന് F2ലേക്ക് പോകുമ്പോൾ ദർ വിൽ ബി ജീൻ കോമ്പിനേഷൻസ്, കുറേ കോമ്പിനേഷൻസ് മിയോസിസ് കാരണം കുറേ കോമ്പിനേഷൻസ് ഉണ്ടാവും. ആ കോമ്പിനേഷൻസ് കാരണം വേരിയേഷൻ വിൽ ബി ഹൈ ഇൻ F2 പോപ്പുലേഷൻ. അപ്പോൾ ആ വേരിയേഷൻ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ജീനോട്ടിപ്പിക് വേരിയേഷൻ, അവിടെ എൻവിറോൺമെന്റും കൂടി കൺട്രോൾ ചെയ്യും ബിക്കോസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ജനറേഷൻ F3, F4, F5 അടുത്തടുത്ത ജനറേഷന് പോകുമ്പോൾ ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ആവുന്ന കാരണം വേരിയേഷൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഗിവൺ ബൈ ഈസ്റ്റ് ആൻഡ് എമേഴ്സൺ. ഓക്കെ, ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫർദർ വരും. അതുകൊണ്ട് എല്ലാ ഈ പർട്ടിക്കുലർ ഒബ്സർവേഷൻസ് എല്ലാം ഒന്നും കൂടി വായിക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് ഫീച്ചേഴ്സ് ഓഫ് പോളിജനിക് ട്രൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോളിജനിക് ട്രൈറ്റ്സ് ആർ ഗവേൺഡ് ബൈ സെവറൽ ജീൻസ്. ഓക്കെ, കുറേ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന, മെനി ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറാണ് പോളിജനിക് ട്രൈറ്റ്സ്. പിന്നെ വേരിയേഷൻ ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ വേരിയേഷൻസ് വിൽ ബി മോർ. അടുത്തടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ഇഫക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ജീൻ സ്മോൾ ആൻഡ് അൺഡിറ്റക്റ്റബിൾ. ഓരോരോ ജീനിൻ്റെ ഇഫക്റ്റും സ്മോൾ ആയിരിക്കും, അവർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഗ്രൂപ്പിംഗ് ഇൻ ടു ക്ലിയർ കട്ട് ക്ലാസ്സസ്. ഇപ്പോൾ പ്ലാൻ ഹൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പിംഗ് പോസിബിളേ അല്ല ബേസ്ഡ് ഓൺ ഹൈറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറയും ഇത് ഡ്വാർഫ്, മീഡിയം ഹൈറ്റ്, ലാർജ് ഹൈറ്റഡ് പ്ലാന്റ്സ്, അങ്ങനെ ജസ്റ്റ് പറയാനേ പറ്റും. ബട്ട് ക്ലിയർ കട്ട് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് പോസിബിൾ അല്ല. ഇതേ മെൻഡേലിയൻ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, റെഡ് കളർ ഫ്ലവേഴ്സ്, വൈറ്റ് കളർ ഫ്ലവേഴ്സ്, റൗണ്ട് ഷേപ്ഡ്, വിങ്കിൾ ഷേപ്ഡ്, അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിംഗ്, ക്ലിയർ കട്ട് ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ല. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ദേ ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിറോൺമെന്റ്. പിന്നെ അനാലിസിസ് എല്ലാം ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അനാലിസിസ് ചെയ്യുന്നത്. മീൻസ്, വേരിയൻസസ്, കോവേരിയൻസസ്, ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സ് വെച്ചാണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ട്രയറ്റിനെ അനാലിസ് ചെയ്തെടുക്കുന്നത്. സോ ദീസ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പോളിജനിക് ട്രയറ്റ്സ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം, ബിക്കോസ് നെക്സ്റ്റ് ഫർദർ ഡിസ്കഷൻ വരുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ പറയണം. ഓക്കെ, നെക്സ്റ്റ് ക്വാസി ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ, ഒരു ടെർമിനോളജിയാണിത്. ഇപ്പോൾ ചില ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ഗവേൺഡ് ബൈ മെനി ജീൻസ്. പക്ഷെ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ബട്ട് നമുക്ക് പറയാൻ പറ്റും, അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, ബട്ട് വി കനോട്ട് മെഷർ ഇറ്റ്. അങ്ങനെയുള്ള ക്യാരക്ടറിനെയാണ് ക്വാസി ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡേയ്സ് ടു മെച്യൂരിറ്റി. നമുക്ക് ഡേയ്സ് ടു മെച്യൂരിറ്റി പറയാൻ പറ്റും, 200 ഡേയ്സ്, 300 ഡേയ്സ്, 110 ഡേയ്സ്, 95 ഡേയ്സ്, അങ്ങനെ പറയാൻ പറ്റും. അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, നമ്പർ ആയിട്ട് പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ക്വാസി ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ നമ്പർ ഓഫ് ടില്ലേഴ്സ്, അതെല്ലാം നമ്പർ ഓഫ് സീഡ്സ് പെർ പോഡ്, നമ്പർ ഓഫ് ലീവ്സ് പെർ പ്ലാന്റ്, നമ്പർ ഓഫ് റൂട്ട്സ് പെർ പ്ലാന്റ്, നമ്പർ ഓഫ് റൂട്ട് ഹെയർസ്, അങ്ങനെയുള്ള നമ്പർ വെച്ച് പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ക്വാസി ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയും. ആ പർട്ടിക്കുലർ ക്യാരക്ടറും മെനി ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറാണ്, ബട്ട് നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് വേരിയേഷൻ കാണാൻ പറ്റും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് ക്വാസി ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്ഗ്രസീവ് സെഗ്രിഗൻ. വെരി ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിയാണ് ട്രാൻസ്ഗ്രസീവ് സെഗ്രിഗൻ. അതായത് എക്സ്ട്രീം ഫീനോടൈപ്സിന് പോസിബിൾ. ഫോർ എക്സാമ്പിൾ, let us consider ഒരു 200 പ്ലാന്റ്സും ഒരു 100 പ്ലാന്റും ഞാൻ ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് 150 കിട്ടി. അപ്പോൾ F2 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, 100, ആ റേഞ്ച് പോയി 200 വരെ ഉണ്ടാവും അല്ലേ. ബട്ട് ചില ടൈം സെഗ്രിഗേഷൻ നടക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 50 പ്ലാൻ ഹൈറ്റ് ഉണ്ട്, ഇവിടെ 300 പ്ലാൻ ഹൈറ്റ് ഉണ്ട്. അതായത് ഈ രണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ്, എക്സ്ട്രീം ഫീനോടൈപ്സ് ആണ്. 50ന്റെ താഴെ ഹൈറ്റ് പോവില്ല, 300 മുകളിലും പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രീം ഫീനോടൈപ്സിനെയാണ് നമ്മൾ
ട്രാൻസ്ഗ്രസീവ് സെഗ്രിഗൻസ് എന്ന് പറയുന്നത്. ആ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. 2 പേരൻറ്റ്, സ്പീഷ്യസ് എയുടെ പേരൻറ്റിൻ്റെ ഹൈറ്റ് ഇതാണ്, സ്പീഷ്യസ് ബി. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ 2 പേരൻസിൻ്റെ ഹൈറ്റും അതിൻ്റെ വേരിയേഷൻസ് ആണ്. അല്ലാതെ 2 ഡിഫറെൻറ്റ് എക്സ്ട്രീം സ്മോളസ്റ്റ് പ്ലാന്റും എക്സ്ട്രീം ഹയസ്റ്റ് പ്ലാന്റും വരുന്നതാണ് ട്രാൻസ്ഗ്രസീവ് സെഗ്രിഗേഷൻ. ഓക്കെ, വീണ്ടും പറയാണ്, ഈ പർട്ടിക്കുലർ ടെർമിനോളജി കുറേ എക്സാംസിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ഗ്രസീവ് സെഗ്രിഗേഷൻ ഇസ് ഫോർമേഷൻ ഓഫ് എക്സ്ട്രീം ഫീനോടൈപ്സ് ഒബ്സർവ്ഡ് ഇൻ സെഗ്രിഗേറ്റഡ് ഹൈബ്രിഡ് പോപ്പുലേഷൻ. ആ F1 നമ്മൾ സെൽഫ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വേരിയേഷൻസ് വരും. ആ വേരിയേഷൻസിൽ എക്സ്ട്രീം ഫീനോടൈപ്സ് ഉണ്ടെങ്കിൽ ആ എക്സ്ട്രീം ഫീനോടൈപ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഗ്രസീവ് സെഗ്രിഗൻസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ് ലോസെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോരു മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് കുറേ ജീൻസ്, മെനി ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ മെനി ജീൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ ഓരോരോ ജീനും ഓരോരോ ലോക്കസ് ഉണ്ടാവും. ബിക്കോസ് നമ്മൾ നേരത്തെ മെൻഡേലിയൻ പഠിക്കുമ്പോൾ പറഞ്ഞു ജീൻ എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ലോസയാണ്, ക്രോമോസോമിലുള്ള ലോസയാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് എന്നെടുക്കുമ്പോൾ കുറേ ജീൻസ് ഉണ്ട്, അപ്പോൾ കുറേ ലോക്കസിനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഓരോരോ ലോക്കസിൻ്റെ പ്ലേസ് കണ്ടുപിടിക്കാന്നുള്ള ഒരു പ്രൊസീജിയറാണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ് ലോക്കസ്. To locate the gene position or QTL position in the chromosome. അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ് ലോസെ എന്ന് പറയുന്നത്. ദ റീജിയൻ വിത്തിൻ ദി ജീനോം, അത് ക്രോമോസോം വിത്തിൻ ദ ജീനോം അസോസിയേറ്റഡ് വിത്ത് ജീൻ ലോക്കസ്. ഓരോരോ ജീനും ഓരോരോ ലോക്കസ് ഉണ്ട്. ഇൻ എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ് നോൺ as ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ് ലോസെ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു 6 ജീൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഈ ഹൈലൈറ്റ് ചെയ്തത് മറ്റേ റെഡ് കളർ, ഗ്രീൻ കളർ, ഇതെല്ലാം 6 ജീൻസ് ആണ്. ദിസ് 6 ജീൻസ് ആർ കൺട്രോളിങ് ഡിസീസ് റെസിസ്റ്റൻസ് ഇൻ വിറ്റിസ് വീനിഫെറ. അപ്പോൾ ഒരു വിറ്റിസ് വീനിഫെറയിൽ, അതായത് ഗ്രേപ്സിൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ഉണ്ടാവണമെങ്കിൽ ഈ 6 QTL ആണ്, അല്ലെങ്കിൽ 6 പൊസിഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ജീൻ ലോക്കസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ് ലോസെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ബട്ട് സ്റ്റിൽ യു മനസ്സിലാക്കണം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ് ലോസെ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻ there are 2 types of character, that is quantitative, qualitative. അതിൻ്റെ നേച്ചേഴ്സ് ആണ്, ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ ഡിഫറൻഷിയേഷൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്പർ ഓഫ് ജീൻസ്. ക്വാളിറ്റേറ്റീവ് ട്രയഡ്സ് ആണെങ്കിൽ ദേ ആർ കൺട്രോൾഡ് ബൈ 1 or few ജീൻസ്. ഇതേ ക്വാണ്ടിറ്റേറ്റീവ് ട്രയഡ്സ് ആണെങ്കിൽ മെനി ജീൻസ്. മെഷർമെൻറ്റ്, ക്വാളിറ്റേറ്റീവ് ട്രൈറ്റ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റും റെഡ് കളർ ഫ്ലവർ, റൗണ്ട് കളർ സീഡ്, അങ്ങനെ ഫീനോട്ടിപ്പിക്കലി നമുക്ക് പറയാൻ പറ്റും, ബട്ട് വി കനോട്ട് മെഷർ. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സ് ആണെങ്കിൽ ദേ ആർ മെഷറബിൾ, നമുക്ക് യൂണിറ്റ്സ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഇത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ലൈക്ക് സെൻറ്റിമീറ്റർ, ഗ്രാം, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വേറസ് qualitative traits, they are expressed only in ratios and frequencies. Okay, next variation. Variation എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ ആണ്. നമുക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. റെഡ് കളർ ഫ്ലവേഴ്സും ഗ്രീൻ വൈറ്റ് കളർ ഫ്ലവേഴ്സ്, അങ്ങനെ നമുക്ക് വേരിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ടിന്യൂസ് വേരിയേഷൻ അല്ല, ബട്ട് ഹിയർ ദേ ആർ കണ്ടിന്യൂസ് വേരിയേഷൻ. അടുത്തടുത്ത ജനറേഷന് പോകുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു ഫിക്സ്ഡ് ഫീനോടൈപ്സ് നമുക്ക് കിട്ടില്ല. നെക്സ്റ്റ് ഇൻഹെറിറ്റൻസ്, ദേ ആർ മെയിൻലി മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, ബട്ട് ദേ ഷോ കോംപ്ലെക്സ്. ദേ വിൽ ഫോളോ മൾട്ടിപ്പിൾ ഫാക്ടർ ഹൈപ്പോത്തസിസ്. അതിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ് ഫോളോ ചെയ്യുന്നത് ബിക്കോസ് ഓഫ് പോളിജെനിക് ഇൻ നേച്ചർ. എൻവിറോൺമെൻറ്റിൻ്റെ റോള് ലെസ് ആണ്, ഇവിടെ എൻവിറോൺമെൻറ്റൽ റോള് ഹൈ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ബേസ്ഡ് ഓൺ ദ ഫീനോടൈപ്സ് ഡെഫിനറ്റ് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റെഡ് കളർ ഫ്ലവേഴ്സ് ഇത്രയുണ്ട്, പിങ്ക് കളർ ഫ്ലവേഴ്സ് ഇത്രയുണ്ട്, വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഇത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ട്രയറ്റ്സിൽ അത് പോസിബിൾ അല്ല. വി കനോട്ട് ഗ്രൂപ്പ് ഇൻ ടു എ ക്ലിയർ കട്ട് ഐഡിയ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ദേ ആർ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആയതുകൊണ്ട് ക്ലസ്റ്റർ അനാലിസിസ്, ജസ്റ്റ് നമ്മൾ പറയുന്ന ഇതിന് ഒരു ക്ലസ്റ്റർ ചെയ്യും. ഇത്രയും റൗണ്ട് സീഡ്സ്, ഇത്രയും വ്രിങ്കിൾഡ് സീഡ്സ് നമുക്കൊരു ക്ലസ്റ്റർ ചെയ്യാനേ പറ്റും. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡേറ്റ അനാലിസിസ്, വി വിൽ ബി ഡൂയിങ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ANOVA എന്ന അനാലിസിസ് ഓഫ് വേരിയൻസ്. ആ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ജീനോട്ടിപ്പിക് വേരിയേഷൻ ഉണ്ട്, എത്രത്തോളം ഫീനോട്ടിപ്പിക് എൻവിറോൺമെന്റൽ വേരിയേഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി
നമ്മൾ ബയോമെട്രിക്കൽ ഡേറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇൻഹെറിറ്റൻസ് പഠിക്കുന്നത്. നെക്സ്റ്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്വാളിറ്റേറ്റീവ് ട്രൈറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് പഠിക്കണമെങ്കിൽ കൺട്രോൾഡ് മേറ്റിംഗ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽസിൽ തന്നെ നമുക്ക് അബ്സർവ് ചെയ്യാൻ പറ്റും. അതേ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ് ആണെങ്കിൽ നമുക്കൊരു പോപ്പുലേഷൻ വേണ്ടി വരും. പോപ്പുലേഷനിലായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലിലും അവിടെ പോപ്പുലേഷനിലാണ് നമ്മൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും റെസ്പെക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾസ് സീഡ് ഷേപ്പ്, ഫ്ലവർ കളർ, ഇതെല്ലാം നമുക്ക് വിഷ്വലി അബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഫീനോടൈപ്സ് എല്ലാം ക്വാളിറ്റേറ്റീവും, പിന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫോർ എക്സാമ്പിൾ പ്ലാൻ ഹൈറ്റ്, സീഡ് വെയിറ്റ്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റ്സും നമ്മൾ പറയും. ഓക്കെ, so this is difference between qualitative and quantitative trait.